ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം വരികയായി. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ സദ്യയാണ് ഓർമ്മ വരിക. പിന്നെ സദ്യയിൽ ഒഴിച്ചിടാൻ പറ്റാത്ത ഒരു കറിയാണ് ഇഞ്ചിയും പുളി, ഇല്ലെങ്കിൽ പുളിയിഞ്ചി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഡേറ്റ്സ് ഇഞ്ചിയും പുളി ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഡേറ്റ്സ് ഇഞ്ചിയും പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പുളി കുതിർത്തി വെക്കാം. ഇത് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന വാളൻ പുളിന് ഇത് അറൌണ്ട് 40 grams ഉണ്ട്. ഒരു വലിയ ലെമന്റെ സൈസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് അങ്ങനെ തന്നെ പാത്രത്തിലേക്ക് ഇടാം. ഇതിൽ കുരു ഞാറൊക്കെ ഉണ്ട്. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്തൊക്കെ പെട്ടെന്ന് ഇറങ്ങി കിട്ടും. പിന്നീട് 20 മിനിറ്റിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് അത് നന്നായി ഞെരണ്ടിയെടുത്ത് അരിച്ചെടുക്കുക. അടുത്തത് നമുക്ക് അറൌണ്ട് 50 ഗ്രാംസിൻ്റെ ഒരു കട്ട ശർക്കര എടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ശർക്കര നന്നായി മെൽറ്റ് ആവണ വരെ തിളപ്പിക്കുക. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 2 എടുക്കാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഡേറ്റ്സിന് അത്യാവശ്യം മധുരം ഉണ്ട്. പിന്നെ ഡേറ്റ്സിന് മധുരം കുറവാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മധുരം ഇഞ്ചിയും പുളിയാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് ശർക്കര കൂട്ടുക. അതും നന്നായി തിളച്ച് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം അരിച്ചെടുക്കുക. പുളിയും വെള്ളവും ശർക്കരയുടെ സിറപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ കറിയിലെ ഹീറോ ഡേറ്റ്സിനെ നമുക്ക് റെഡിയാക്കാം. അതിനു വേണ്ടി അറൌണ്ട് 200 grams ഡേറ്റ്സ് എടുക്കുക. എൻ്റെ കയ്യിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. അപ്പോൾ അത് പീസസ് ആക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുമ്പോൾ അലിഞ്ഞ് കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ്സ് കുറച്ച് ഹാർഡാണെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഇത് കഴുകിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. അതേപോലെ അതിൽ കുരു ഞെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയുക. ഞാനിപ്പോൾ ഇത് അവിടെ കഴുകി കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ 4 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുളക് ചെറുതാണെങ്കിൽ ഒരു 5-6 എടുക്കാം. അതേപോലെ 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 60 gram ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് നല്ല ചെറുതായി ചോപ്പ് ചെയ്തെടുക്കണം. ഇതാ ഇതേപോലെ. ഇപ്പം എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് കുക്കിങ്ങിലേക്ക് പോവാം. അതിനു വേണ്ടി ഒരു കടായി ചൂടാക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായി സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുമ്പോൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയം വെച്ചോളോ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ. ഇനി ഇത് പൊടികളുടെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കണം. ഏകദേശം 1 മിനിറ്റൊക്കെ ആവും. അതിനുശേഷം ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുക. ഇത് 1-2 മിനിറ്റിനൊക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഡേറ്റ്സിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് സഹായിക്കും. അതിനുശേഷം നേരത്തെ അരിച്ചു വെച്ച പുളിയും വെള്ളം ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഈന്തപ്പഴം വേവാനായിട്ട് കുറേ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ അത് ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്തോളും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ തിളച്ച് കുറുകി വരണം. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ. പുളിയും വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒന്ന് വറ്റി വരണം.
ഇപ്പോൾ ഡേറ്റ്സ് ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് ഇപ്പം ഇടുക. പഴയ പുളിയാണെങ്കിൽ കുറച്ചും കൂടി ഒരു കറുത്ത കളർ കിട്ടും. അതേപോലെ ശർക്കരയും കുറച്ച് ഡാർക്ക് ആണെങ്കിൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ പഴയ പുളി ഇല്ല, അപ്പോൾ അതാണ് അതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കണേ. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇതിൽ ഉപ്പും എരിവും മധുരം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോൾ അത് ചേർക്കാം. ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ്. ഇനി ശർക്കരപ്പാനി തീർന്നതിന് ശേഷം നിങ്ങൾക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. ഇത് ഇനി കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ കായംപൊടി ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം ഒന്നുകൂടി കുറുകി വരും. ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നല്ലോണം കുറുകിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുപ്പിയിലേക്കൊക്കെ ആക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അതേപോലെ സെർവ് ചെയ്യാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു പാകമാണ് കറക്റ്റ്. ഡേറ്റ്സ് ഫുള്ളായിട്ട് ഉടഞ്ഞിട്ടില്ല. അതിൽ കുറച്ചൊക്കെ ചെറിയ ചെറിയ പീസസ് ഉണ്ട്. അതങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പോഴാണ് കടിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക രസം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഇത് തണുത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആണ്. അതിനുശേഷം എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ ഇല്ലെങ്കിൽ ഇതേപോലത്തെ കുപ്പിയിലൊക്കെ ആക്കി വെക്കാം. ഇത് കുറേ കാലത്തേക്ക് കേടൊന്നാവാണ്ട് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ നല്ല മധുരവും എരിവും പുളിയൊക്കെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള ഡേറ്റ്സ് ഇഞ്ചിയൻ പുളി റെഡിയാണ്. ഇത് ഈ ഓണത്തിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഡേറ്റ്സിൻ്റെ സമയമാണ്. പിന്നെ നാട്ടിലായാലും അത്യാവശ്യം ഡേറ്റ്സ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.